വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. യേശുനാഥൻ ഫരിസേയർക്കെതിരായി പരസ്യമായി സംസാരിക്കുന്നതാണ് നാം സുവിശേഷത്തിൽ വായിക്കുക. അവിടെ ഉപയോഗിക്കുന്നൊരു വാക്ക് ദുരിതം എന്നാണ്. നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം. ഇതൊരു ശാപവാക്കല്ല. ഈ പ്രയോഗത്തിന്റെ ഒരു പ്രശ്നമാണ് അവിടെയുള്ളത്. യഥാർത്ഥത്തിൽ ഇതൊരു ശാപം എന്ന് നമ്മുടെ നാട്ടിൻ പുറത്ത് പറയുന്ന, നിങ്ങൾക്ക് ദുരിതമെന്ന് പറയുമ്പോൾ ശാപമെന്ന് പറയുന്ന ഒരു ശൈലിയല്ല, അത് മലയാളത്തിൽ ഉപയോഗിക്കുന്ന പ്രയോഗത്തിന്റെ പ്രശ്നമാണ്. ശാപം എന്നതിനപ്പുറത്തേക്ക് ഒരുവൻ തൻ്റെ സങ്കടത്തിന്റെ അങ്ങേയറ്റം പ്രകടമാക്കുന്ന ഒരു വാക്കാണത്. തനിക്ക് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ പറയുന്ന ഒരു പ്രയോഗം, അത് ദുരിതമെന്ന് മലയാളത്തിൽ അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നുവെന്ന് മാത്രം കരുതിയാൽ മതി. അതിന് യഥാർത്ഥ ഗ്രീക്കിന്റെ കൃത്യമായ മലയാളം ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ ദുരിതം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് പ്രതീക്ഷിക്കുന്നത് കാണാതെ പോകുമ്പോൾ, തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ കൊണ്ടു നടക്കേണ്ട നന്മകളൊന്നും കാണാതെ പോകുന്ന സമയത്ത് ആ സങ്കടമാണ് യേശുനാഥൻ അവിടെ പ്രകടമാക്കുന്നത്. നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ നശിപ്പിച്ചു കളയുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവികമായ പദ്ധതിക്കനുസൃതമായി നിങ്ങൾ ജീവിക്കാതിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളോട് കൂടെ ആയിരിക്കുന്ന മനുഷ്യരെയും തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ള സങ്കടമാണ് യേശുനാഥൻ ഇവിടെ പറയുന്നത്. ആദ്യം തന്നെ പറയുന്ന വാക്ക് മാത്രം എടുത്ത് ഒന്ന് വ്യാഖ്യാനിച്ചാൽ പോലും നമുക്കിത് വളരെ സുവ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. കാരണം ആദ്യം പറയുന്ന വാക്കിൽ പറയുന്ന കാര്യം ഇതാണ്: നിങ്ങൾ സ്വർഗരാജ്യത്തിന്റെ വാതിൽ അടച്ചു കളഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. സ്വർഗരാജ്യത്തിന്റെ വാതിൽ അടച്ചു കളയിക്കുക. സ്വർഗരാജ്യത്തിന്റെ വാതിൽ എന്ന് പറയുന്ന വാക്കിനെ ഒരു ആലങ്കാരികമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, സ്വർഗരാജ്യത്തിന്റെ വാതിലും താക്കോലുമൊക്കെ ക്രിസ്തുവാണ്. ക്രിസ്തുനാഥൻ പറഞ്ഞു, താനാണ് വാതിൽ, ആടുകളുടെ വാതിൽ താനാണ് വഴി. ഈ പറയുന്ന വഴിയും വാതിലും എന്ന് പറയുന്ന വാക്കുകളൊക്കെ ഈ ഭൂമിയോട് ചേർന്നല്ല, സ്വർഗത്തിലേക്ക്, നിത്യതയിലേക്കുള്ള വഴിയും വാതിലും താനാണെന്ന് തന്നെയാണ് യേശുനാഥൻ പറഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ യേശുനാഥൻ പറയുന്നു, ഫരിസേയരും നിയമജ്ഞരും ചെയ്യുന്ന കാര്യം എന്തെന്ന് പറയുമ്പോൾ പറഞ്ഞ കാര്യം ഇതാണ്: അവർ സ്വർഗത്തിലേക്കുള്ള വാതിൽ അടച്ചു കളയുന്നു. തന്നിലേക്ക് മനുഷ്യർ വരുന്നതിന് അവർ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. താനാണ് സ്വർഗത്തിന്റെ വാതിൽ, തന്നിലേക്ക് വരുന്നവരാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. തന്നിലേക്ക് എത്തുന്ന മനുഷ്യരാണ് യഥാർത്ഥ സത്യം എന്തെന്ന് തിരിച്ചറിയുന്ന മനുഷ്യരായി മാറുക. സത്യത്തിന്റെ വാതിൽ കൊട്ടിയടക്കുന്നവരായി, സ്വർഗത്തിലേക്കുള്ള വാതിൽ കൊട്ടിയടക്കുന്നവരായി ഫരിസേയരും നിയമജ്ഞരും മാറുന്നത് അവർ സാധാരണ മനുഷ്യരെ, നിഷ്കളങ്കരായ മനുഷ്യരെ അബദ്ധമായ പഠനങ്ങൾ കൊണ്ട്, തെറ്റിദ്ധാരണകൾ കൊണ്ട് ക്രിസ്തുവിൽ നിന്ന് അകറ്റാനായി പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തപൂർണമായ കാര്യമായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും വലിയ സന്ദേശമായി ലഭിക്കുന്നത് ക്രിസ്തുവിൽ നിന്ന് നമ്മെയോ നമ്മോട് കൂടെ നിൽക്കുന്നവരെയോ അകറ്റുന്ന ഏതൊരു പ്രവൃത്തിയെയും പ്രതി അവിടുത്തെ മനസ്സ് വേദനിക്കുന്നുവെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയണം. അപ്പോൾ ദുരിതമെന്ന് പറയുന്ന വാക്കിനേക്കാൾ അപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ സങ്കടത്തിന്, വേദനയ്ക്ക് കാരണമാകുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഒരുവന്റെ ജീവിതത്തിന് ലഭ്യമാകേണ്ട നിത്യതയുടെയും സ്വർഗത്തിൻ്റെയും വഴിയും വാതിലും അടച്ചു കളയുന്നതാണ്. നിന്റെ വാക്കുകളും പ്രവൃത്തികളും നീ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടതും അവിടെയാണ്. ജാഗ്രതയുള്ള ജീവിതം ഉണ്ടാകേണ്ടത് അവിടെയാണ്. നീ നിന്റെ വാക്കുകൾ കൊണ്ട്, നിന്റെ പ്രവൃത്തികൾ കൊണ്ട് ഒരു മനുഷ്യന്റെ രക്ഷയുടെ വാതിൽ അടച്ചു കളയാതിരിക്കുക. ക്രിസ്തുവിലേക്കുള്ള വഴി നീയായിട്ട് തടസ്സപ്പെടുത്താതെ.